നമ്മുടെ സിലബസിലുള്ള ആരോഗ്യക്ഷേമ പദ്ധതികൾ എന്ന് പറയുന്ന ടോപ്പിക്കിലെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് നോക്കാം. ആശാപ്രവർത്തകരെ നമുക്കറിയാവുന്നവരാണ് ആശാപ്രവർത്തകര്. അപ്പൊ ആശ എന്നുള്ളതിന്റെ പൂർണ്ണ രൂപം എന്താണെന്ന് നോക്കാം. അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നാണ് ആശാപ്രവർത്തകർ അല്ലെങ്കിൽ ആശ എന്നുള്ളതിന്റെ ഫുൾ ഫോം. ഗ്രാമീണ മേഖലയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് പ്രാഥമിക ചികിത്സാ സൗകര്യങ്ങൾ എത്തിക്കുന്ന ആരോഗ്യ മേഖലയിലെ പ്രവർത്തകരാണ് ഇവര്. അപ്പോ ഇവരെ തെരഞ്ഞെടുക്കുന്നതിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് 1000 ജനസംഖ്യക്ക് ഒരു ആശ എന്ന കണക്കിലാണ്. ആവാസ വ്യവസ്ഥ മാറുന്നതനുസരിച്ച്, അതായത് ആദിവാസി മേഖലയോ അല്ലെങ്കിൽ മലയോര മേഖലയോ മരുഭൂമി പ്രദേശമോ ഒക്കെ ആണെങ്കിൽ അതനുസരിച്ച് ഒരു ആശ എന്ന കണക്കിൽ വ്യത്യാസം വരാം. ഇവരുടെ മിനിമം യോഗ്യത 10ാം ക്ലാസ് എങ്കിലും ഉണ്ടായിരിക്കണം. അടുത്ത ഒരു പദ്ധതി എന്ന് പറയുന്നത് മാതൃജ്യോതിയാണ്. മാതൃജ്യോതി പദ്ധതി കാഴ്ചവൈകല്യം ബാധിച്ച അമ്മമാർക്ക് പ്രസവാനന്തരം കുഞ്ഞിനെ പരിപാലിക്കുന്നതിനും അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിനുമായിട്ട് സാമൂഹിക നീതി വകുപ്പ് നടപ്പിലാക്കുന്ന പദ്ധതിയാണ്. ഇത് പ്രകാരം അനുവദിക്കുന്ന ധനസഹായം പ്രതിമാസം 2000 രൂപയാണ്. അതും കുഞ്ഞിന് 2 വയസ്സാകുന്നത് വരെ.